ഹലോ ഗൈസ്, വെൽക്കം ടു ഓൾമോണ്ട് അക്കാഡമി. ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയ 3 ഫയൽ ഫോർമാറ്റ്സ് ആണ്. ഈ 3 ഫയൽ ഫോർമാറ്റ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഷുവർ ആയിട്ട്. കാരണം ഫസ്റ്റ് വൺ ഇസ് JPG, അനദർ വൺ ഇസ് PSD, അനദർ വൺ ഇസ് PNG. ഈ 3 ഫോർമാറ്റും നമ്മൾ അറിഞ്ഞാലേ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചില വർക്ക്സ് നമുക്ക് ചെയ്യുമ്പോൾ ഈ 3 ഫോർമാറ്റും നമുക്ക് യൂസ് ആവും. സോ ഇപ്പം നിങ്ങൾ ഈ നോക്കുന്ന ഒരു ഇമേജ് വന്ന് JPG ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റിൽ ഇമേജിനെ നമുക്ക് തനിച്ച് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഈ ഇമേജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പറ്റത്തില്ല. ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ. മെജോറിറ്റി നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന നിറച്ച ഇമേജ് നമുക്ക് ഇതിൽ കിട്ടുന്നത് JPG ഫോർമാറ്റിലാണ്. അപ്പോൾ നമ്മളിതിനെ ആദ്യം PNG ഫോർമാറ്റായിട്ട് മാറ്റാം. ഈ PNG ഫോർമാറ്റ് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഇമേജിലുണ്ട്. ഈ ഇമേജിനെ ഇപ്പൊ ഞാൻ ഒന്ന് ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ആ ഇമേജിനെ അതിന്റെ സൈസ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് ഇമേജിനെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് സബ്ജക്ട് കൊടുത്തു. ഓക്കെ, സബ്ജക്ട് കൊടുക്കുമ്പോൾ ആ നോർമലായിട്ട് ആ ഹോൾ ഇമേജും നമുക്കിവിടെ സെലക്ട് ആവും. ഓക്കെ, ആ ഇമേജ് മൊത്തം സെലക്ട് ആയി. ഇപ്പോൾ ഒരു ലെയറിനെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഈ സബ്ജക്റ്റിനെ Ctrl+C കോപ്പി കൊടുത്ത് അതുപോലെ ഇവിടെ Ctrl+V പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതിനെ ജസ്റ്റ് മ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഇമേജ് പ്രത്യേകമായിട്ട് നമുക്കിവിടെ തനിച്ച് കിട്ടിയിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഇമേജിന് PNG ഫോർമാറ്റ് ആയിട്ട് ഞാനിപ്പോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴും വേണമെങ്കിലും ഈ ഇമേജിനെ തനിച്ച് ഏത് ബാക്ക്ഗ്രൗണ്ടിലും എനിക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്ന ലോഗോസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ PNG ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. കാരണം ആ ലോഗോ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസിൽ പല ബാക്ക്ഗ്രൗണ്ടിലും നമ്മൾ അതിനെ മെർജ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. സോ അതാണ് PNG ഫോർമാറ്റ് മെയിൻ ആയിട്ട് യൂസ് ആവുന്നത്. ഇപ്പൊ ഞാൻ ഇതിനെ ഫയൽ കൊടുത്ത് സേവേഴ്സ് കൊടുത്ത് അതിനെ PNG ഫോർമാറ്റാണ് സേവ് ചെയ്യാൻ പോവാണ്. സോ ഫയൽ ഇവിടെ നമുക്ക് PNG ഫോർമാറ്റ് തനിച്ച് കാണും. സോ ഇവിടെ ഉണ്ട് PNG. സോ കൊടുത്ത് ജസ്റ്റ് ആ ഇമേജിനെ ഞാൻ PNG ഫോർമാറ്റ് ആയിട്ട് സേവ് ചെയ്തു. ഓക്കെ, ഡെസ്ക്ടോപ്പ്. ഇപ്പോ ഞാൻ ഈ ഇമേജിനെ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ PNG ഫോർമാറ്റ് സേവ് ചെയ്ത ഇമേജിനെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാവുണ്ട് ആ ഇമേജ്. ജസ്റ്റ് ഇപ്പൊ ഇമേജിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ആയി. സി ഇപ്പോ ഞാൻ മൂവ് ടൂൾ കൊടുത്തിട്ട് ഞാൻ എങ്ങനെ വേണമെങ്കിലും ആ ഇമേജിനെ മാത്രം തനിച്ച് എവിടെ വേണമെങ്കിലും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആ ഇമേജിൽ എനിക്ക് പ്രത്യേകമായിട്ട് തനിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാൻ റെക്ടാങ്കിൾ ലെയർ ടൂളിന് കൊടുത്തു. ഇപ്പൊ ഞാൻ ഇതില് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ അത് യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറി. സോ ആ ഇമേജിന് ഏത് ബാക്ക്ഗ്രൗണ്ടിലോട്ടും എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതിപ്പോ ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതുപോലെ റെക്ടാങ്കിൾ ടൂൾ കൊടുത്തു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പൊ അതിനൊരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് ആണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതുപോലെ ഏത് ബാക്ക്ഗ്രൗണ്ടും നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. സോ ഏത് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാലും നമുക്ക് ആ ഇമേജ് പ്രത്യേകമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മൾ JPG എന്താണെന്ന് നോക്കി നമ്മൾ എടുക്കുന്ന ടോട്ടലി മെർജ് ആയിട്ടുള്ള ഫയലാണ് JPG ഫോർമാറ്റ് നോക്കി. PNG ഫോർമാറ്റ് ഇതാണ്. ഇനി PSD എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ഫോട്ടോയിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വേറൊരു ജോലി ഉണ്ടായി ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ഈ ഫയലിനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഒന്ന് PSD തന്നെ സേവ് ചെയ്യാൻ പറ്റും. ഫയൽ കൊടുത്തു, സേവേഴ്സ് കൊടുത്തു, ഇതാണ് PSD. അത് ഡിഫോൾട്ട് ആയിട്ട് PSD തന്നെ വരും. ഓക്കെ, ഞാൻ ഇപ്പോൾ ആ ഫയലിനെ ജസ്റ്റ് സേവ് ചെയ്തു ഡെസ്ക്ടോപ്പിൽ. ഓക്കെ, ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ആ ഫോട്ടോഷോപ്പിന്റെ സോഫ്റ്റ്വെയറിനെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ പോവാം. ഓക്കെ, ഫോട്ടോഷോപ്പിന്റെ സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തിട്ട് പോയി തിരിച്ച് നിങ്ങൾ ഇനി ഒരിക്കൽ വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ PSD ഫോർമാറ്റ് ആയിട്ട് ഇരിക്കും. ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫയൽ നമ്മൾ എഡിറ്റബിൾ ഫോർമാറ്റിൽ തന്നെ ആ ഫയൽ ഓപ്പൺ ആവും. ഓക്കെ, എഡിറ്റബിൾ ഫോർമാറ്റിൽ തന്നെ ആ ഫയൽ ഓപ്പൺ ആവും. സോ ആ ഫയലിനെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുത്തും റീവർക്ക് ചെയ്യാൻ പറ്റും.